ഈ 100 വർഷത്തിനിടയിൽ ഇവിടെ പല സംഘടനകളുണ്ട്, പല മതത്തിൻ്റെ സംഘടനകളുണ്ട്. പക്ഷെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇതൊരു തീവ്രത സംഘടനയാണെന്നോ, അല്ലെങ്കിൽ ഒരു ഭീകരവാദികളുടെ സംഘടനയാണെന്നോ, അല്ലെങ്കിൽ ഇവിടെ മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ള ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല. കാരണം മതരാഷ്ട്രവാദം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കില്ല, ഇവിടെ തീവ്രവാദം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കില്ല, അതുപോലെ വർഗീയവാദം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കില്ല. അപ്പം എല്ലാ മനുഷ്യരോടും അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിട്ട് സത്യത്തിനെ മാത്രം മുറുകെ പിടിച്ച് ഏറ്റവും ഉയർന്നതായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ളത്. അതിന് നൽകുന്നത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങൾ. നബിൻ്റെ സ്വഭാവത്തിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞല്ലോ, നബിൻ്റെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനിൽ ഒരു മുഅ്മിനിക്കുണ്ടാവേണ്ട സ്വഭാവം എങ്ങനെയെന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി നബിൻ്റെ സ്വഭാവം. നബി വീട്ടിൽ ചെന്നാൽ വീട്ടുകാർക്ക് ജോലി ചെയ്ത് കൊടുക്കുന്ന, വീട്ടുകാരൊപ്പം കൂടിയിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ അവർക്ക് തുണി അലക്കി കൊടുക്കുക, അവരെ പാത്രം കഴുകി കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് സഹായിച്ചു കൊടുക്കുക. എത്രമാത്രം ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എത്രമാത്രം പരമോന്നതനാണ്. അല്ലാഹുവിൻ്റെ മഖ്ലൂഖാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ നിലക്കുള്ള എല്ലാ വിശുദ്ധിയുള്ള വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അവൻ്റെ ഭാര്യനോട് ഇടപെടേണ്ടത്, അവൻ്റെ മക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവൻ്റെ വാപ്പാനോട് എങ്ങനെയാണ് അവൻ സമീപിക്കേണ്ടത്, വാപ്പൻ്റെ ഉമ്മനോട് എങ്ങനെയാണ്, വാപ്പൻ്റെ വാപ്പമാരോട് ഉമ്മൻ്റെ ഉമ്മമാരോട് എങ്ങനെയാണ്, അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെയാണ്, അവൻ്റെ സഹോദരന്മാരോട് എങ്ങനെയാണ്, അവൻ്റെ നാട്ടുകാരോട് എങ്ങനെയാണ്, അവൻ്റെ ഉസ്താദിനോട് എങ്ങനെയാണ്, അവൻ്റെ മറ്റുള്ള അധ്യാപകന്മാരോട് അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായി അവൻ്റെ വ്യക്തിപരമായി അവനോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലക്കുള്ള വെളിച്ചം വീശിയതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം എന്നുള്ളത്. നമ്മളെ ശുദ്ധിനെ പറ്റി നമുക്ക് അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടോ, അത്രമാത്രം ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും നിലക്കുള്ള അശുദ്ധി ഉണ്ടായിത്തീർന്നാൽ അതിനെ എങ്ങനെ ശുദ്ധിയാക്കേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിട്ട് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മളെ പണ്ഡിതന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, അത് ആരാണെങ്കിലും മറ്റൊരുത്തരെ വേദനിപ്പിക്കുന്ന പരിഹസിക്കുന്നതായ വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ മുദരിസന്മാരാണെങ്കിലും മറ്റുള്ള ആലിമീങ്ങളാണെങ്കിലും മുഫത്തിഷന്മാരാണെങ്കിലും മാലിമീങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ നാവിൽ നിന്നുണ്ടാവും ഇപ്പോൾ വാക്കുകൾ അത് മറ്റൊരുത്തരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന വാക്ക് നമ്മൾ ഉണ്ടാകുമ്പോൾ ഇതല്ല ഇസ്ലാമിൻ്റെ തീയതി. ഈ തീയതിയാണ് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിൻ്റെ തീയതി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിപ്പിക്കണത്. പക്ഷേ എങ്ങനെ പഠിപ്പിച്ചാലും ചിലപ്പോൾ മനസ്സിലാവാത്ത ചില ആളുകളുണ്ടാവും. അവരിൽ നിന്ന് മോശമാവുന്നതായ പദങ്ങളോ പ്രയോഗങ്ങളോ സമീപനങ്ങളോ ഒക്കെ ഉണ്ടാവുക, അത് വേറൊരു കാര്യം. മനുഷ്യരങ്ങനെയല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 മദ്ഹബിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മദ്ഹബ് അത് വ്യക്തമായി ഖുർആനിൽ പറയപ്പെടാത്തതിനെ സംബന്ധിച്ച് നമ്മൾ 4 മദ്ഹബിനെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇമാം ഷാഫി തങ്ങളെ നമ്മൾ തഖ്ലീദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമായി ഖുർആനിൽ പറയപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ അയിമ്മത്ത് ഏകകണ്ഠമായി അംഗീകരിച്ചൊരു സംഗതിയാണെങ്കിൽ ആ വിഷയത്തിലല്ല അത് നമ്മൾ ഇമാമിനെ സ്വീകരിച്ചു, ഇമാമിൻ്റെ മുഖല്ലിദാണെന്ന് പറയില്ല. അപ്പോൾ ഖുർആനിലോ ഹദീസിലോ വ്യംഗ്യമായിട്ടോ ഇഷാറത്തായിട്ടോ സൂചനയായിട്ടോ ഒക്കെ പറയപ്പെട്ടതുണ്ടാവും. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധാരണക്കാരാവുന്ന നമുക്ക് കഴിയില്ല. അപ്പോൾ ഒരു ഇമാമിൻ്റെ ഒരു മുജ്തഹിദാവുന്നതായ പണ്ഡിതൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലേക്ക് നമ്മൾ എന്താക്കേണ്ടി വരും, അവലംബിക്കേണ്ടി വരും. അതാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും സഹാബത്ത് ചെയ്തത്. സഹാബത്തൊക്കെ വളരെ പ്രമുഖരാണ്. പക്ഷേ ചിലർക്ക് മറ്റു ചിലരെ പോലെ ഈ നിലക്കുള്ള ഇജ്തിഹാദ് ചെയ്ത് മസായിലുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞവരുണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് ഏത് സഹാബിനോടും പിൻപറ്റിയാൽ നീ നിർവഴിയിലേക്ക് എത്തുമെന്ന് പറയാൻ കാരണം
സഹാബത്ത് അത് ശ്രദ്ധിച്ചവരാണ്. അവർക്ക് കഴിയാത്ത സംഗതികൾ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അത് മനസ്സിലാക്കിയവരോട് ചോദിച്ചവർ മനസ്സിലാക്കി. അപ്പോൾ സഹാബത്തിൻ്റെ വിശ്വാസം അത് വളരെ സത്യമായ, വളരെ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ആ നിബന്ധന പ്രകാരമുള്ള വിശ്വാസമായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരിക്കും, അവരുടെ മറ്റുള്ള സമീപനങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരോടും പറയേണ്ടത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുമായി കൊണ്ട്, അത് നിങ്ങൾ ഹനഫികളാണെങ്കിലും നിങ്ങൾ ഷാഫിയാക്കളാണെങ്കിലും നിങ്ങൾ മാലിക്കീകളാണെങ്കിലും അതല്ലെങ്കിൽ ഹംബലിക്കാരാണെങ്കിലും, അതല്ല വിശ്വാസപരമായി ഈ രണ്ടാലൊരു തരീഖത്ത് മാർഗം, ആശരിയത്തോ മാതുരിദിയത്തോ, ഈ രണ്ട് പറയുന്ന ഈ നിയമം അവർ മനസ്സിലാക്കി തന്ന ആ ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആരാണെങ്കിൽ അവർക്കൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുമായും കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം. അപ്പം അത്രയും വിശാലമാവുന്ന ഒരു കാലികമായ ഭരണഘടന ഏത് കാലഘട്ടത്തിലും തിരുത്തപ്പെടേണ്ട ആവശ്യമില്ലാത്ത അത്രമാത്രം ശ്രദ്ധിച്ച് എഴുതിയതായ ഒരു ഭരണഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കുള്ളത്. അതിൻ്റെ ഭരണഘടനയിൽ പലജാതി ഗുണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി, ചാരിറ്റി രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഇങ്ങനെ തുടങ്ങിയ പലതും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഓരോ പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന് 14ഓളം പോഷക സംഘടനകളുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ട് അങ്ങനെ 14ഓളം പോഷക, ലോകത്ത് പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല ഈ നിലക്കുള്ള ഒരു സംഘടന. ഈ ഓരോ പോഷക സംഘടനകൾക്കും ഓരോ ഉപസംഘടനകളോ 2, 3, 4, 5, 6 അതിനും പോഷക സംഘടനകളുണ്ട്. ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇലാഹിയാവുന്ന ഒരു സംഘടനയാണ്. നമ്മളെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മഹത്തുക്കളാവുന്ന ഇമ്മത്ത്, അവർ നമ്മളെ മശായിഖന്മാർ അവർ സ്ഥാപിച്ചതായ ഒരു വിശുദ്ധ സംഘടനയാണ്. ഈ സംഘടനയുമായും കൊണ്ട് അതിലെ അംഗങ്ങളായി കൊണ്ടിട്ട് അതിന് വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസ ആ സംരംഭങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കരുത്തു എല്ലാ നിൽക്കുന്നതായ അതിന് ശക്തി പകർന്നു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ നിങ്ങളൊക്കെ എന്താവണം, സഹായിക്കണം, നിങ്ങളതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ കൂടി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിട്ട് ഇത് വളരെ ശക്തിയുള്ള വിശുദ്ധമാവുന്ന ദീനിൻ്റെ തനിയായ രൂപം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിലാരും സംശയിക്കും വേണ്ട. അപ്പം ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കലാവണം നമുക്ക് ഓരോരുത്തർക്കുള്ളതായ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യം മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ഓരോരുത്തരും സന്നദ്ധരാവുക. നിങ്ങൾ ഈ നീലഗിരി, ഗൂഡല്ലൂർ, നീലഗിരി ജില്ലയുടെ ഈ ആളുകൾ ഇവിടെ നൽകിയതായ ഈ സ്വീകരണം, ഇത് വളരെ രാജകീയമായ സ്വീകരണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ സ്വീകരണത്തിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യണം, നമ്മളൊക്കെ ചെയ്യണം. ഓരോ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അതിനൊക്കെ ഒരു സാലിയായ അമലായി കൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ട ഹസനാത്തിൻ്റെ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തി തരട്ടെ. നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അർഹമുർ-റഹീമീനായ തമ്പുരാനെ നീ സാലിഹ്യങ്ങളാക്കണേ. തമ്പുരാനെ സാലിഹ്യങ്ങളുള്ള സ്വഹബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് എല്ലാ നിലക്കുള്ളതായ രോഗങ്ങളെയും ശിഫയാക്കി തരണേ. തമ്പുരാനെ രോഗികളുള്ള പല ആളുകളും ശിഫയ്ക്ക് വേണ്ടി ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള രോഗങ്ങളെയും അവരോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളെയും നീ ശിഫയാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതുപോലുള്ളതായ സദസ്സുകളിൽ നല്ല നിയ്യത്തോടു കൂടി പങ്കെടുത്തുകൊണ്ടിട്ട് അതൊരു ഇബാദത്തായി മാറ്റി തീർക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന് ആഫത്ത് സാഹിര്യങ്ങൾ, ആസിദീങ്ങൾ, ഗ്വാലിമീങ്ങൾ, മുഫ്തിനീങ്ങൾ അഴുതായ ശൈത്താനിയാവുന്ന സർവ്വ ഷർറുകൾ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ കുടുംബങ്ങൾ കാത്തുരക്ഷിക്കട്ടെ. ഈ എല്ലാ മുസ്ലിമീങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രാജ്യത്ത് ഉള്ള ഈ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെ
അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഈ എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ഒരുപാട് പ്രയാസങ്ങൾ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുക നമുക്കറിയാലോ. പല ഭാഗത്തും ഫലസ്തീനിൽ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് അവരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു ജൂതനെ രാത്രിയിൽ മൂപ്പര് എങ്ങനെ സഞ്ചരിക്കുമ്പോൾ കണ്ടു എന്നാണ്. ആ ജൂതൻ വളരെ വൃദ്ധനായി, വയസ്സായി, ഒന്നും ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ലാത്തൊരു ജൂതനായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് പ്രത്യേകമാവുന്ന ഒരു ശമ്പളം അയാൾക്ക് നിശ്ചയിച്ചു. അതാണ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ള മതസ്ഥരോടുള്ളതായ അവരുടെ സമീപനത്തിൻ്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ജൂതന്മാർ ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തമ്മാടിത്തരല്ലേ. അതിന് ശബ്ദിക്കാൻ ഇവിടെ ലോകരാഷ്ട്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കാരണം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഒറ്റപ്പെടുത്തണമെന്നും മുസ്ലിങ്ങളെ അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പല ഭാഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആയുധം എന്ന് പറയുന്നത് ദുആ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും യഥാർത്ഥ മോമിനീങ്ങളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന സമയങ്ങളിലൊക്കെ, അതായത് പ്രതീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുക.